ഒരു 4 ദിവസം മുമ്പ് ഒരു സിനിമാ നടി ഞാനിന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് വന്നപ്പോൾ ഭയങ്കര കരുത്തിൽ കിടന്നതാണ്. ആദ്യമായിട്ടാണ്, ഒരിക്കലും വരാത്ത ദൈവത്തിന്റെ പദ്ധതി പറയാം. ഒരാഴ്ച എന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നല്ല രക്ഷപ്പെടുന്നു. നമ്മളെ ഡോക്ടറും കൂടിയാണ് പ്രവർത്തിച്ചത്. അത് വന്നു മുസ്ലിം അത് കണ്ടീറ്റ അവരുടെ പേര്. പഴയ കാലത്ത് വലിയ നടിയ. ഇപ്പൊ നടിയൊക്കെ എത്ര അവരെയൊക്കെ സ്ത്രീയെ പോലെ ആയിരിക്കും, എത്തിയായിരിക്കും 10-15 വർഷങ്ങൾ നടക്കുകയായിരുന്നു. കേട്ടോ, ആണ് പറയുന്നത് ഈശ്വര മനസ്സാണ് ഈശോയ്ക്ക് ആവശ്യത്താണ്. മാനസാന്തരമാണ് യോന നാടകപ്പെട്ടാലും എന്റെ പിതാവിന്റെ ഇത് നിറവേറ്റുക. അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം വെറും നീന്നെ പിടിക്കുന്ന ചൂണ്ടയിലുണ്ട ചൂണ്ടയിലേ അതിനെന്താ പറയുന്നത്? ഇര മാത്രമാണ് യോന നാളെ വാങ്ങത്തെ അത്ഭുതങ്ങൾ അടയാളങ്ങളാണ്. നമ്മളെ രാജ്യം യോജനങ്ങളുടെ കുറവ് കൂടിയാണ്, അല്ലെങ്കിൽ അത്ഭുതത്തിനായി പോകുന്നത്. അതുകൊണ്ട് ഇര മാത്രമാണ്. ഇത് കണ്ടാലും വിശ്വസിക്കാത്ത ജനമുണ്ട് എല്ലാ അത്ഭുതങ്ങളും കണ്ടാലും. കാരണം എബ്രായർ 4:2 കണ്ടാലും വിശ്വസിക്കുക. അവന് കണ്ണ് ബ്ലൈൻഡ് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് കട്ടിയായിരിക്കും ചില സമയത്ത്. ചിലർ ഒരിക്കലും മനസ്സാന്തരപ്പെടുകയില്ല. 9:10 അവരാണ് കർത്താവ് പറയുന്നത്. യോഹന്നാൻ 12:40 ഒരിക്കലും മനസ്സാന്തരപ്പെടില്ല. നിശ്ചയമാണ്. അത് അവരാണ് ദൈവത്തിന്റെ നിശ്ചയമനുസരിച്ചാണ് മനസ്സാന്തരപ്പെടുത്താത്തത്. റോമ 1:32 കഠിന ഹൃദയമായി പോകും. ഈ കഠിന ഹൃദയമാണ് റോമ 11:22 പറയുന്നത്. ഒന്നെങ്കിൽ കഠിന ഹൃദയം, ഹൃദയം രണ്ട് കാര്യത്തിലോ. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സാന്തരപ്പെടുന്നവർക്ക് മാത്രം വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥപ്രായങ്ങൾ വേണ്ട, അവരവരുടെ വഴിക്ക് വിട്ടേക്കുക. ദൈവത്തിന്റെ നിശ്ചയമാണ്. 85:9 ദൈവത്തിന്റെ പ്രാണം നമ്മിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ ചിന്തിക്കണമെന്നല്ല, നമ്മുടെ കാൽക്കുലേഷൻ ഒന്നും അല്ല ദൈവത്തിന്റെ. അതാണ് വലിയ ബുദ്ധിശാലികളെല്ലാം കൊണ്ടൊന്ന് സ്വാതന്ത്ര്യപ്പെടുത്തും ദൈവം. 1 Corinthians 3:18 23 വേണം. യേശുവിന്റെ വഴി, ശക്തിയുടെ വഴി 1 Corinthians 1:18 30 വേണം. അത് വെച്ചിട്ട് ധ്യാനിച്ചുകൊണ്ട് ബ്രാക്കറ്റിലേക്ക് ധ്യാനിക്കാൻ. രാത്രി 2-3 വരെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ കൂടുതൽ ആശയ ശക്തി വരും. അപ്പോഴേക്കും സാധിക്കും കുറച്ച് നാള്. അതാണ് യേശു ചെയ്തത്. 4:14 മാടങ്ങി വന്നപ്പോ ശക്തിയിലാണ് ആത്മാവിന്റെ. ഈ ആത്മാവിന്റെ ശക്തിയാണ് കൃപ. അതുകൊണ്ടാണ് ശക്തിയിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും പറയുമ്പോൾ തന്നെ നടക്കുന്നത്. പിന്നെ അത്ഭുതവും മലയാളം നിങ്ങളെല്ലാം കൂടി കുറിച്ച് അപ്പോൾ നടക്കുന്നത് സാധ്യമല്ല. കുറിച്ച് സാധ്യത നടക്കും. ദൈവത്തെ സ്തുതിക്കുക. ദൈവത്തിന്റെ ആവശ്യം സ്തുതിപ്പാണ്. യാറിലൊന്നും പേരുവല്ല വേണം. ദൈവത്തെ മാറ്റപ്പെടുത്തുക. ദൈവത്തെ മാറ്റപ്പെടുത്തില്ലെങ്കിൽ വീണ്ടും ഭാവത്തിൽ പോകും. റോമ 1:21 അപ്പോ ഈ 4 കൊല്ലം എന്ന് പറയുന്നത് ഈ വചനങ്ങളൊക്കെ 4 കൊല്ലം വചനത്തിൽ പിടിച്ചു വെക്കണം. ഈ കിട്ടിയ വചനങ്ങളെല്ലാം വായിക്കണം. വീണ്ടും വീണ്ടും വചനം വെച്ച് ധ്യാനിക്കണം. അവസരമായി കുറച്ച് വചനം കൂടി പറയാണ് ധ്യാനിക്കാൻ പറ്റിയത്. സങ്കീർത്തനം 119 15 23 27 48 97 99 140 ഈ വചനങ്ങളെല്ലാം വെച്ച് ധ്യാനിക്കുക. സങ്കീർത്തനം 119 130 വാക്യം വെച്ച് ധ്യാനിക്കുക. യോഹന്നാൻ 12:24 വെച്ച് ധ്യാനിക്കുക. 1 Corinthians 2:9-16 വരെ വചനം വെച്ചിട്ട് ധ്യാനിക്കുക. ധ്യാനിക്കുമ്പോഴാണ് നിങ്ങളെ കർത്താവ് വിളിച്ചിട്ടുള്ളത്. ആത്മാവിന് ശക്തി വരുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവ് നമ്മിൽ വന്ന് കുടിവന്നു ഒരിക്കലും പോവില്ല. ഈശ്വരൻ നിങ്ങൾക്ക് അനേകർക്ക് കൊടുക്കാം, സത്യദേവത്തെ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും ശക്തിപ്പെടുത്തുക. എല്ലാവരും കരടക്കയിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ എല്ലാ പാപികളാണ് കർത്താവേ. ഞങ്ങൾക്ക് പാപങ്ങൾ ഇല്ലെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിരുന്ന കർത്താവേ.
ഞങ്ങളെല്ലാം നല്ലവരാണ്, ഞങ്ങൾ നീതിമാന്മാരാണ്. ആ ചിന്തയിലായിരുന്നു, ജീവിതത്തിലായിരുന്നു. ഞങ്ങളിൽ പലർക്കും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ധനമുണ്ട്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, കുടുംബമായുമുണ്ട്, ഞങ്ങൾക്ക് എല്ലാ ജീവിത സൗകര്യങ്ങളും സുഖങ്ങളെല്ലാം ഉണ്ട്. ഈ ചിന്തയിലായിരുന്നു ഞങ്ങൾ അനേക കൊല്ലങ്ങൾ ജീവിതമായിരുന്നു. അങ്ങേ അറിവില്ലായിരുന്നു യേശു, അങ്ങ് സത്യ ദൈവമാണ്. ഞങ്ങളെ വിശ്വാസം പലപ്പോഴും വീണ് പോയി കണ്ടുവെന്നാണ്. അങ്ങ് ഉള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് സംശയമായിരുന്നു എന്നാണ്. പലപ്പോഴും ഞങ്ങൾ സംശയിച്ചു പോയി ഈശോയെ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള കാര്യം ഞങ്ങളുടെ ബുദ്ധിയിലാണ് ഞങ്ങൾ കണ്ടത് യേശുവേ. ഇത് ഞങ്ങൾ അങ്ങ് കടിയ തുറക്കുന്ന കർത്താവേ, ഈശോയെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏബ്രഹാം വിശ്വസിച്ച പോലെ ഞങ്ങൾ കണ്ടുമുട്ടി വിശ്വസിക്കുന്നു. അവസാനം വിശുദ്ധ തോമസ് വിശുദ്ധവും വിശ്വസിച്ച പോലെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞ പോലെ കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുന്ന കർത്താവേ. ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. ഞങ്ങൾ പല തെറ്റിലും പലതിലും പേര് പോയിട്ടുണ്ട് കർത്താവേ. ഞങ്ങൾ മനുഷ്യരെ വിശ്വസിച്ചു, അവരെല്ലാം ഞങ്ങളെ തടുത്തു. ഈ അങ്ങ് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ കർത്താവേ. ഈശോയെ അങ്ങയുടെ വചനങ്ങൾ അമ്മയായ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നല്ലോ, അതുപോലെ വിശുദ്ധരെല്ലാവരും സംഗ്രഹിച്ചിരുന്നല്ലോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം കർത്താവെ അങ്ങയുടെ വചനങ്ങളാണല്ലോ സ്വീകരിച്ചിരുന്നത്. ഈശോയെ ഞങ്ങൾക്ക് തുടരണം, ഞങ്ങൾക്ക് അങ്ങയുടെ വചനം സ്വീകരിക്കുവാനും എളിമപ്പെടുവാനും തുടരണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരിക്കലും ഞങ്ങളെ താഴ്ത്തി കൊണ്ടുപോകരുത് കർത്താവെ. അങ്ങയുടെ മാലാഖമാരെല്ലാം അയക്കണമേ ഈശോയെ. വിശുദ്ധ മൈക്കൽ മാലാഖി, ഗബ്രിയേൽ മാലാഖി, റഫേൽ മാലാഖി ഞങ്ങൾക്ക് ചുറ്റും അയക്കണമേ കർത്താവ്. ഞങ്ങള് എന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ കർത്താവ്, ഈ നിമിഷത്തിൽ ഞങ്ങളിലോ ഞങ്ങളുടെ കുടുംബത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ നാമത്തിൽ ബന്ധിക്കുന്ന കർത്താവ്, അത് ബന്ധിച്ച് ഈ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലുള്ള, ഞങ്ങളുടെ മക്കളിലുള്ള, ഞങ്ങളുടെ ഭാര്യമാരിലുള്ള, ഞങ്ങളുടെ കുഞ്ഞുമക്കളിലുള്ള, ഞങ്ങളുടെ ജോലിക്കാരിലുള്ള, ഞങ്ങളുടെ ഭൂമിയിലുള്ള, ഞങ്ങളുടെ വസ്തുക്കളിലുള്ള, ഞങ്ങളുടെ എസ്റ്റേറ്റിലുള്ള, ഞങ്ങളുടെ അയൽപക്കത്തുള്ള, സകലവിധത്തുള്ള, ഈ സ്ഥലത്തുള്ള എല്ലാവിധ വൈശാഖ്യങ്ങളെ, എല്ലാ മാതൃശക്തികളെ, മന്ത്രവാദികളെ, എല്ലാ കുറ്റാദികളെ, എല്ലാ ശുദ്ധാത്മാക്കളെ, എല്ലാ കപടാലുകളെ, എല്ലാവരും ഈശോയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് എല്ലാവരും Hallelujah.